വൈറ്റില മേൽപ്പാലം തല്ലിപ്പൊളിച്ച് കളയണം. ഗണേഷ് കുമാർ. കൊച്ചിയിൽ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള മേഖലയായ വൈറ്റിലയിലെ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഗണേഷ് കുമാർ രംഗത്ത് വന്നു. വൈറ്റില മേൽപ്പാലത്തിന്റേത് അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും അത് തല്ലിപ്പൊളിച്ച് കളയണമെന്നുമാണ് മന്ത്രിയുടെ നിലപാട്. പാലത്തിന്റെ തൂണുകൾ സ്ഥാപിച്ചതിൽ ഗുരുതരമായ പിഴവുകളുണ്ട്. പാലത്തിന് താഴെ വാഹനങ്ങൾക്ക് തിരിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും മന്ത്രി വിമർശിച്ചു. അശാസ്ത്രീയമായ തൂണുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ റോഡിലൂടെ വണ്ടികൾ പോകുന്നത് ചിന്തിക്കാതെ പാലം അങ്ങ് പണിതു. താഴെ കൂടെ വണ്ടി പോകുന്ന കാര്യം പാലം പണിഞ്ഞയാള് ചിന്തിച്ചില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയുക എന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൂണുകൾ വശക്കേടായി വെച്ചിരിക്കുകയാണ്. എങ്ങും തിരിയാൻ കഴിയില്ല. പാലം പണിയുന്ന സമയത്ത് താഴത്തെ ട്രാഫിക് കൂടി പരിഗണിച്ചാൽ യു ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി കൊടുത്ത് തൂണുകൾ പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയേനെ, ട്രാഫിക് കുരുക്കും ഒഴിഞ്ഞേനെ. ഇപ്പോൾ കുരുക്കഴിക്കുന്നത് വലിയ പാടായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് വൈറ്റില ജംഗ്ഷൻ. 2021 ജനുവരിയിലാണ് വൈറ്റില മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്.